കുറച്ച് ദിവസം മുമ്പുള്ള പത്രവാർത്തകൾ നമ്മെ വല്ലാതെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം. ഒന്ന് നടന്നത് കണ്ണൂരാണ് കേട്ടോ. അവിടെ ഒരു യുവാവ് തൻ്റെ അമ്മയെ കഴുത്തറുത്ത് കൊന്നു. എന്നിട്ട് അച്ഛനെ കൊല്ലാനായി കാത്തു നിൽക്കുകയാണ്. അച്ഛൻ വരാൻ താമസിച്ചതുകൊണ്ട് ആ വിവരം സഹോദരിയെ വിളിച്ചറിയിക്കുന്നു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു. രണ്ടാമത്തെ സംഭവം നടന്നത് തിരുവനന്തപുരത്താണ്. അവിടെ ഒരു യുവാവ് തൻ്റെ അച്ഛനെ അടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. എന്താണ് നമ്മുടെ യുവാക്കൾക്ക് പറ്റിയത്? എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്? സ്വാഭാവികമായും ആർക്കും ഭയം തോന്നുന്ന കാര്യങ്ങളാണ്. രണ്ട് സംഭവങ്ങളിലും സമാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ലഹരിയുടെ ഉപയോഗമാണ്. രണ്ട് യുവാക്കളും ലഹരി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇവരെ ഈ ക്രൂരകൃത്യം ചെയ്യാനായി പ്രേരിപ്പിച്ചത് ലഹരിയാണോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ ലഹരിയാണ്. എന്നാൽ അത് മാത്രമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ, യുവാക്കളൊക്കെ ലഹരി ഉപയോഗിക്കുന്നത്, ലഹരിക്ക് അടിമയായി പോകുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതൊരു സാമൂഹിക വിപത്ത് തന്നെയാണ്. വ്യക്തികളെ ക്രൂരതയിലേക്ക് നയിക്കുന്ന, തെറ്റുകളിലേക്ക് നയിക്കുന്ന, മോശമായ കാര്യങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് PAB അഥവാ പാസീവ് അഗ്രസീവ് ബിഹേവിയർ. ഈയൊരു ബിഹേവിയർ അവർക്കുണ്ടാകുന്നത്, ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ബാല്യാവസ്ഥയിലാണ്. ഇത് എങ്ങനെ ഉണ്ടാകുന്നുവെന്നോ എന്താണ് ഇവരുടെ ഉള്ളിലുള്ളതെന്നോ അവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല, മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുമില്ല. ഇത് ശരിക്കും മനസ്സിലാക്കി ഇത് ക്ലിയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. കൗമാരത്തിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ, അവരതിനെക്കുറിച്ച് ശരിയായി പഠിക്കുകയാണെങ്കിൽ, ഇതവർക്ക് തിരുത്തുവാനും അവരുടെ സ്വഭാവത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഒപ്പം തന്നെ ലഹരി പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും അവർക്ക് സാധിക്കും. കൗമാരപ്രായം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു സമയമാണ്. ഒരുപാട് ശീലങ്ങളും ഒരുപാട് സ്വഭാവ മാറ്റങ്ങളുമൊക്കെ സംഭവിക്കുന്ന ഒരു കാലമാണല്ലോ അത്. ആ സമയത്ത് കുട്ടികൾ തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലവുമാണ് അത്. അവിടെ അവർ PABയെക്കുറിച്ചും ലഹരി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും മറ്റ് ദുരന്തങ്ങളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഭംഗിയായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഭാവി സൃഷ്ടിക്കുവാൻ കഴിയും. 13 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി മാർഗദർശൻ ഹാപ്പിനെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവതരിപ്പിക്കുന്ന ഒരു കോഴ്സാണ്, ഒരു വർക്ക്ഷോപ്പാണ് റിതം ഓഫ് ലവ്. കുട്ടികൾക്ക് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനുമുള്ള അവസരമൊക്കെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുകയും ചെയ്യുന്നു. ഈ കോഴ്സിൻ്റെ ഭാഗമായി 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വർക്ക്ഷോപ്പുണ്ട്. 12ഓളം ഓൺലൈൻ സെഷൻസ് ഉണ്ട്. 52ഓളം വീഡിയോ സെഷൻസ് ഉണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വീഡിയോ ആൻസറിങ് സിസ്റ്റമുണ്ട്. 1 ഇയർ മെൻറ്ററിംഗ് ഉണ്ട്. ആവശ്യമാണെങ്കിൽ കൗൺസിലിംഗ് എടുക്കാനുള്ള സൗകര്യവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കോഴ്സ് തീർച്ചയായും കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. കുട്ടികൾക്ക് വ്യക്തമായ ലക്ഷ്യബോധമുണ്ടാക്കുവാനും അവരുടെ ലക്ഷ്യത്തിൽ അവർക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനും സംസ്കാര സമ്പന്നരായി അവർ വളരുന്നതിനും ഈ കോഴ്സ് അവരെ തീർച്ചയായും സഹായിക്കും. ഈ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി 94 47 35 54 39 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ഞങ്ങളുടെ വെബ്സൈറ്റായ www.mhri.in സന്ദർശിക്കുക. താങ്ക് യു.